ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും SLE ആണെങ്കിലും ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസ് ആണെങ്കിലും അതുപോലെ ബാക്കിയുള്ള പെയിൻഫുൾ കണ്ടീഷൻസ് ആണെങ്കിലും പലപ്പോഴും ഇതിന് യൂസ് ചെയ്യുന്ന മരുന്നുകൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ വ്യതിയാനപ്പെടുത്തുന്ന മരുന്നുകളാണ്. നമുക്കറിയാം ഇമ്മ്യൂണോ മോഡുലേറ്ററി മരുന്നുകളാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ചെറിയ രീതിയിൽ ട്യൂൺ ചെയ്യുന്ന മരുന്നുകളാണ്. അങ്ങനെയുള്ള മരുന്നുകൾ വരുമ്പോൾ എന്താ പ്രശ്നം? അത് അധികകാലം മോണിറ്ററിങ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും കഴിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് കറക്റ്റായിട്ട് ഡോസ് കൂട്ടുകയോ കുറയ്ക്കുകയോ വേണ്ടി വരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അസുഖം കൺട്രോൾ ആയെങ്കിൽ കുറച്ച് നാളുകൂടി കഴിച്ച ശേഷം പതുക്കെ മരുന്നുകൾ കുറയ്ക്കണം. പലപ്പോഴും ചില പേഷ്യൻസ് എന്ത് ചെയ്യുന്നറിയാമോ? അസുഖം കൺട്രോളായി മരുന്ന് കഴിച്ചു, പെട്ടെന്ന് തന്നെ മരുന്നങ്ങ് നിർത്തും, അല്ലെങ്കിൽ മരുന്ന് സ്വയം അങ്ങ് കുറച്ച് തുടങ്ങും. അത് ഏത് മരുന്ന്, 2-3 മരുന്നുകൾ, അത് ഏത് മരുന്ന് എങ്ങനെ കുറയ്ക്കണം എന്ന് അറിയത്തില്ല. പക്ഷേ 2 നേരം കഴിക്കുന്ന 1 നേരം ആക്കും, പിന്നെ 1.5 കഴിക്കുന്നത് 1.5 ആക്കും, പെട്ടെന്ന് നിർത്തും, അസുഖം തിരിച്ചു വരും. നമ്മളെപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, ഫോർ എക്സാമ്പിൾ ഡയബറ്റീസിന് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നു. ഒരു ദിവസം ഇൻസുലിൻ എടുത്തില്ല, ഷുഗർ നേരത്തെ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കും 150 ആയിരുന്നു, അടുത്ത ദിവസം 350 ആണ്, അടുത്ത ദിവസം ഇൻസുലിൻ എടുത്തു, ഷുഗർ കൺട്രോളായി. റുമറ്റോയിഡ് ആർത്രൈറ്റിസിലോ SLEയിലോ ഒരിക്കലും അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ മെത്തോട്രെക്സേറ്റ് നമ്മൾ 10 mg ആയിരിക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1-2 മാസം മെത്തോട്രെക്സേറ്റ് നിർത്തി നോക്കി, അസുഖം തിരിച്ചു വന്നാൽ മെത്തോട്രെക്സേറ്റ് 10 mg തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ആയെന്ന് വരില്ല. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ 0 തൊട്ട് തുടങ്ങുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അപ്പോൾ ഒരിക്കലും മരുന്നുകൾ സ്വയം കൺട്രോൾ ചെയ്യരുത്. മരുന്നുകൾ സ്വയം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്ലെയറപ്സ് ഉണ്ടാകാം. പിന്നെ ആ ഫ്ലെയറപ്സ് വന്നു കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ഡോസുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അസുഖം കൺട്രോൾ ആയിക്കൊള്ളണമെന്നില്ല. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, ഫോളോ അപ്പിന് വരുമ്പോൾ വരാതിരിക്കും, അസുഖം കൺട്രോൾ ആയില്ല, അതേ മെഡിസിൻ വർഷങ്ങളോളം മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന്, ഈ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം വന്നു, ഒരു മെത്തോട്രെക്സേറ്റ് 10 mg സ്റ്റാർട്ട് ചെയ്തു. ആ പേഷ്യൻസ് ചോദിച്ചു, ഡോക്ടർ എൻ്റെ വേദനയെ കുറഞ്ഞില്ല, ഇനി 4-5 മാസം കഴിഞ്ഞ് വന്നാൽ മതിയോ? ഒരിക്കലുമല്ല. ആ മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, മെത്തോട്രെക്സേറ്റിൻ്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത് അവരുടെ കൗണ്ടും അവരുടെ രോഗാവസ്ഥയും അവരുടെ ബ്ലഡ് കൗണ്ട്സും ബ്ലഡ് റിപ്പോർട്ട്സും ഒക്കെ അനുസരിച്ചിട്ടാണ്. ആ മെത്തോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ 100-ൽ 2-3 പേർക്ക് ചിലപ്പോൾ കൗണ്ട് കുറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മരുന്ന് മാറ്റി വേറെ മരുന്നിലോട്ടാക്കണം. അപ്പോൾ മരുന്ന് തുടങ്ങി ഒരു സ്റ്റേബിൾ ആകുന്നവരെ പലപ്പോഴും 1-2 മാസത്തിൽ വിസിറ്റ് വേണ്ടി, അത് കഴിഞ്ഞ് അസുഖം കൺട്രോളായി കുറഞ്ഞു വന്നു കഴിയുമ്പോൾ ആ ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി 2-3 മാസമൊക്കെ ആക്കാൻ പറ്റും. അങ്ങനെ ആയി കഴിയുമ്പോൾ പതുക്കെ അത് റെമിഷൻ എന്ന് പറയും. അതായത് നമ്മൾ അസുഖം കൺട്രോൾ ചെയ്യുന്നവരെ ഓരോ മാസവും മരുന്നുകളുടെ ഡോസിൽ വ്യത്യാസം ഉണ്ടാകും. എന്താണ് അസുഖം കൺട്രോൾ ആകുക എന്ന് പറയുന്നത്? പല അസുഖങ്ങൾക്കും ഇപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഡയറിയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. റുമറ്റോയിഡ് ക്ലിനിക്കിൻ്റെ ഫയലിൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് റെമിഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അത് -28 എന്നൊക്കെ പറയുന്ന ഒരു സ്കോറിംഗ് സിസ്റ്റമാണ്. അത് 2.6 താഴെ നിന്ന് കഴിഞ്ഞാണ് റെമിഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ്. ആങ്കൈലോസിസ് സ്പോണ്ടിലൈറ്റിസിന് അങ്ങനെ തന്നെ റെമിഷന് വേണ്ടിയിട്ടുള്ള ഒരു വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലിനിക്കിൽ വരുമ്പോൾ പലപ്പോഴും എല്ലായ്പ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ. അപ്പോൾ റെമിഷനിൽ എത്തിക്കഴിഞ്ഞാലാണ് ആദ്യം ഗുളിക തുടങ്ങി ആ വാല്യൂസ് നോക്കി കറക്റ്റായിട്ട് റെമിഷനിൽ എത്തിക്കുക. ആ റെമിഷനിൽ എത്ര പെട്ടെന്ന് എത്തുന്നോ അത്രയും നല്ലതാണ്. കാരണം ഓരോ ദിവസവും അസുഖം കൂടി നിൽക്കുമ്പോൾ ആ ജോയിൻസിൽ നീര് കെട്ടിക്കിടക്കുമ്പോൾ അത് ജോയിൻസിൽ ഡാമേജ് വരും. അത് മാത്രമല്ല അതിന് ശരീരത്തിന് മറ്റ് എഫക്ട്സും ഉണ്ട്. അപ്പം ആദ്യത്തെ മാസങ്ങളിൽ 3-4 മാസങ്ങളിൽ മാസാമാസം വരേണ്ടി വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ഗുളികൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുന്നതും പെട്ടെന്ന് റെമിഷനിൽ എത്തിക്കുക. ഈ റെമിഷനിൽ എപ്പോഴാണ് എത്തുന്നത്? യൂഷ്വലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 3 to 6 മന്ത്സിൽ അസുഖം പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3 to 6 മന്ത്സിൽ മിക്കവാറും ചില ആളുകൾക്ക് 2 മാസത്തിൽ കൺട്രോൾ ആകും, ചിലർക്ക് 8 മാസം 9 മാസം കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ആകത്തുള്ളൂ. അപ്പോൾ ഒരു 80% ആളുകൾക്കും ഒരു 6 മാസത്തിൽ പൂർണ്ണമായിട്ടും അസുഖം കൺട്രോൾ ആകാറുണ്ട്. റെമിഷനിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പതുക്കെ ഗുളികൾ കുറച്ച് തുടങ്ങും. അപ്പോൾ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്, നമ്മുടെ ഗ്യാപ്പ്, ഫോളോ അപ്പിൻ്റെ ഒരു ഗ്യാപ്പ് കൂടും. പ്രഷറിനും ഷുഗറിനും പോലെയല്ല. പ്രഷറിനും ഷുഗറിനും അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും അതേ ഗുളികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. ഗുളിക കുറയ്ക്കാൻ സാധ്യത കുറവാണ്, അൺലെസ് വെയിറ്റ് ലോസോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ്. മറ്റ് ക്രോണിക് അസുഖമായതുകൊണ്ടാണ് പ്രഷറിൻ്റെ ഷുഗറിൻ്റെ എക്സാമ്പിൾ ഞാൻ എടുത്തത്. ഇപ്പോൾ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ SLEയിലൊക്കെ അങ്ങനെയല്ല. അസുഖം കൺട്രോൾ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഗുളികകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. റെമിഷൻ അച്ചീവ് ചെയ്തു, അതിനുശേഷം ഗുളികൾ കുറച്ച് കൊണ്ടുവന്ന് തീരെ ചെറിയ ഡോസിൽ മെയിൻ്റനൻസിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു അസുഖം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച ആളുകളാണെങ്കിൽ ഒരു നല്ല പ്രൊപ്പോർഷൻ ഓഫ് ആളുകളിൽ 2-3 വർഷത്തിന് മരുന്ന് നിർത്താനും നമുക്ക് സാധിക്കും. ചില ആളുകളുണ്ട് അസുഖം കൺട്രോളായി കഴിയുമ്പോൾ തന്നെ മരുന്ന് നിർത്തും. അതിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഫിനാൻഷ്യലി ഇഷ്യൂസാണ്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ മിസ്കൺസെപ്ഷൻസാണ്, മിഥ്യാധാരണകളാണ്. അതായത് ഈ ഗുളിക കഴിച്ചാൽ കിഡ്നിക്ക് ഡാമേജ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരും, എൻ്റെ അസുഖം കൺട്രോൾ ആയല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഗുളിക കഴിക്കുന്നത്, ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അസുഖം ഈ ക്രോണിക് ഡിസീസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പതുക്കെ മരുന്ന് കുറച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താൻ പോലും സാധിക്കും. പക്ഷേ വിട്ട് മരുന്ന് കഴിച്ചാൽ എന്താ പ്രശ്നം? നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് മരുന്ന് നിർത്തി അസുഖം തിരിച്ചു വന്ന് ചിലപ്പോൾ അതിൻ്റെ ആദ്യം തൊട്ട് തുടങ്ങി
വീണ്ടും നമ്മൾ ഡബിൾ ഡോസിലായിരിക്കും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ആകത്തുള്ളൂ. രണ്ടാമത്തെ അസുഖം തിരിച്ചു വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്.